ചെറിയ ഉള്ളിയും തേങ്ങാപ്പാലും വളരെ കുറച്ച് ചേരുവകളും ചേർത്ത് ഒരു മൂന്നാർ ചിക്കൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ്, അതായത് മൂന്നാർ ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിലേക്ക് കുറച്ച് നാളികേരം പാൽ ആവശ്യമായതുകൊണ്ട് കുറച്ച് നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിൽ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 5 എരിവുള്ള മുളകും 2 കാശ്മീരി ചില്ലിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് വേവിച്ചതിന് ശേഷം തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് ഒരു പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്ത് വഴറ്റേണ്ടത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അങ്ങനെയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല. ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഉള്ളി നന്നായി വാടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സ്ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ പച്ച ചൊവ്വയൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചില്ലി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചില്ലി പേസ്റ്റിന് എരിവ് കുറവാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളകൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മസാലപ്പൊടികൾ ചേർത്താൽ ചെറിയ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് ഏകദേശമൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് എരിവൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒരു സ്പൂൺ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാളികേരത്തിൻ്റെ 2 പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കപ്പോളം വരുന്ന 2ാം പാലും ഏകദേശം 3/4 കപ്പ് വരുന്ന കട്ടിയുള്ള 1ാം പാലും ഇപ്പം നമ്മൾ 2ാം പാല്, അതായത് കട്ടി കുറഞ്ഞ പാല് ഒഴിച്ചു കൊടുത്ത് ഇതിലൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി ചിക്കനുമായിട്ട് ചേരുന്നതിന് വേണ്ടിയിട്ടാണ് 2ാം പാൽ ഒഴിച്ച് വേവിക്കുന്നത്. 2ാം പാലിൽ കിടന്നത് ഏകദേശം നല്ലവണ്ണം തേങ്ങാപ്പാലിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട്. നമുക്കിനി എടുത്തു വച്ചിട്ടുള്ള കട്ടിയുള്ള 1ാം പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തിന് സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ചെറിയ തീയിൽ വേണം തിളപ്പിക്കാൻ. ഈ സമയത്ത് പാകത്തിന് എരിവും ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം, വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ച് തിക്കായിട്ട് വേണമെന്നുള്ളവർക്ക് ചെറു തീയിലിട്ട് നല്ലവണ്ണം ഇളക്കി നന്നായിട്ട് ഒന്ന് നല്ല തിക്കായിട്ട് വെറ്റിച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഗ്രേവി ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് തിളച്ച് വരുമ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൂന്നാർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.